أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره إن الله لا يهدي القوم الفاسقين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا أيها الهادي إلى رب البشر، أنت الوسيلة بيننا والمقتدر، أنت المهم لنا وأنت المؤتمر. نعم الرسول الطيب المعصوم، إني أتيت لبابكم ومقبل عتابكم مسترشد ومؤمل. فامنن عبيدكم وأنت مجمل، ما خاب من طلبوك كنت رحيما. تجري الدموع على الحبيب من بابه، أنت المسدد حاله لصوابه. كنت الشفيع له بحشرنا به، يا رحمة للعالمين عميما. صلى عليك مسلما تسليما. ബഹുമാനികളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാൻ വേണ്ടി സംഘടിപ്പിച്ച നമ്മുടെ പരിപാടി ഇന്ന് ഹൽഖയോടുകൂടി അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പാടുന്ന ബുർദ ബൈത്ത് ആലപിക്കുന്നതോടുകൂടി സമാപിക്കുകയാണ്. അല്ലാഹു ജല്ല ജലാലുഹു
നമ്മുടെ മജ്ലിസ് ആഖിറത്തിൽ ഉപകരിക്കുന്ന, നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും എല്ലാ പുരോഗതിയും ലഭിക്കാൻ കാരണമാകുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറഞ്ഞു തീർക്കാൻ ആർക്കും സാധ്യമല്ലെന്നും എത്ര തന്നെ ദിവസങ്ങൾ പറഞ്ഞാലും അതെവിടെയും എത്തുകയില്ലെന്നും നാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ ധാരാളം പാടിയ കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞു, മിൻ ആയത്തിൽ മുഖ്താരിഹീന മൻ കഫറു സഅലൂഹു മിൻ ജാസിഹിൻ ശഖൽ ഖമർ. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ, ഖിയാമത്ത് നാൾ അടുത്തു, ചന്ദ്രൻ പിളർന്നു. സഹീഹുൽ ബുഖാരിയിൽ ആ ആയത്തിന്റെ വ്യാഖ്യാനം എന്ന നിലക്ക് നമുക്ക് കാണാൻ സാധിക്കും. ബാബ് സുആലിൽ മുശ്രിക്കീന ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുരിഹും ആയ, ഒരു തെളിവ് കാണിച്ചു തരണം, താങ്കൾ അള്ളാഹുവിന്റെ നബിയാണ്, റസൂലാണ് എന്നതിന് ഒരു തെളിവ് കാണിച്ചു തരണം എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ ഫഅറാഹും ഇൻശിഖാഖൽ ഖമർ, ചന്ദ്രനിലേക്ക് ചൂണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് നോക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ചന്ദ്രൻ നേരെ രണ്ട് പിളർപ്പായി കാണുകയാണ് അവിടെയുള്ള മുശ്രിക്കുകൾ മുഴുവനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ വലിയ മുഅ്ജിസത്ത് ഇൻശിഖാഖുൽ ഖമർ നമ്മൾ സാധാരണ ചൊല്ലാറുണ്ട്, ആയാതുഹു വൽ മുഅ്ജിസാതു കസീറത്തുൻ ശഹിദത് ബിസിഹ്ഹതിഹാ ഉഖൂലുൽ ഹുസ്സദി അൽ ബദ്റു ശഖ ബിഅംരിഹി വശംസു ഇദ് غربت له ردت بغير تردد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകൾ ധാരാളമാണ്. മങ്കൂസ് മൗലിദിൽ നമ്മൾ സാധാരണ ചൊല്ലാറുള്ളതാണ്, ഏത് അസൂയാലുമായ മനുഷ്യനും അതിന് സാക്ഷിയായി പോയതാണ്, ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. അതേ മക്കയിലെ കഠിന വിരോധികളായ മുശ്രിക്കുകളുടെ മുന്നിൽ അതാ ചന്ദ്രനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ ചന്ദ്രൻ പിളർന്നതായി അവർ കാണുകയാണ്. അതാണ് അൽ ബദറു ശഖ ബിഅംരിഹി വശംസു ഇദ് ഗർബത് ലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അത് തന്നെയാണ് മഖൂസ് മൗലിദിലും പറഞ്ഞത്, അത് തന്നെയാണ് സഹീഹുൽ ബുഖാരിയിലും പറഞ്ഞത്, അത് തന്നെയാണ് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവും പറഞ്ഞത്. ഒരു മുഅ്ജിസത്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മുശ്രിക്കുകൾ ആവശ്യപ്പെട്ടപ്പോൾ ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു. ആ ചന്ദ്രൻ പിളർന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് പെരുമാൾ രാജാവ് കണ്ടു. പെരുമാൾ രാജാവ് കണ്ടു, അദ്ദേഹം അത് കുറിച്ചു വെച്ചു, ആ വിഷയം കുറിച്ചു വെച്ചു. അദ്ദേഹത്തിന് എന്താണ് സംഭവം എന്നറിയില്ല. പിൽക്കാലത്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാദസ്പർശനമേറ്റ സ്ഥലം അത് കൊളംബോവിലാണ്. അവിടെയാണ് സ്വർഗത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയത്. അവിടെ ആദം മല എന്ന ഒരു മലയുണ്ട്. ആ മലയുടെ മേലെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാദം കാല് പതിഞ്ഞ സ്ഥലമുണ്ട്. ആ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി ഹിജാസിൽ നിന്ന്, അറേബ്യയിൽ നിന്ന് അതാ സ്വഹാബികൾ, അവിടെയുള്ള മഹാന്മാര് പോകുമ്പോൾ അവർ കേരളത്തിൽ കപ്പലിറങ്ങി. ആ കപ്പലിറങ്ങിയ കക്ഷികളും രാജാവിനെ സന്ദർശിച്ച് സംസാരിക്കുന്നതിനിടയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോൾ ചന്ദ്രൻ പിളർന്നതിനെ സംബന്ധിച്ച് അവർ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോഴാണ് രാജാവ് ആ ചന്ദ്രൻ പിളർന്നത് ഞാൻ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് എന്നെയും കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്ത് അറേബ്യയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചു. എന്നിട്ട് ഒരു ഹദിയ കൊടുക്കാൻ ഉദ്ദേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സകാത്ത് സ്വീകരിക്കാറില്ല, സദഖ സ്വീകരിക്കാറില്ല, ധർമ്മം സ്വീകരിക്കാറില്ല. അതേസമയം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിച്ച് ബഹുമാനിച്ച് വല്ലതും കാഴ്ചവെച്ചാൽ അവിടുന്ന് മടക്കാറും ഇല്ല. അത് അനുയായികൾക്കും കാഴ്ചവെക്കുന്നവർ ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും അവരൊരു സാധനം കാഴ്ചവെച്ചാൽ അത് സ്വീകരിച്ചില്ലെങ്കിൽ മനസ്സിന് വിഷമമുണ്ടാകും. ഹദിയ കൊടുത്തിട്ട് സ്വീകരിച്ചില്ലെങ്കിൽ ഞാനത് കൊടുത്തിട്ട് ആ ബഹുമാനമുള്ള വ്യക്തി ഞാൻ ആദരവോടെ കൊടുത്തിട്ട് മടക്കിയല്ലോ എന്നൊരു വേദന ഉണ്ടാവും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദിയ സ്വീകരിക്കാറുണ്ട്. അങ്ങനെ ഹദിയ കൊടുക്കാൻ വേണ്ടി രാജാവ് കൊണ്ടുപോയത് നമ്മുടെ കേരളത്തിൽ നിന്ന് നല്ല ഇഞ്ചി കിളച്ചെടുത്ത് ആ ഇഞ്ചി വലിയ ഭരണിയിലാക്കി ആ ഇഞ്ചി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയയായി കൊണ്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ഇഞ്ചി എന്ന് പറയുന്നത് വലിയ മരുന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചികിത്സാ രീതി വിവരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ കാണാം, പശുവിന്റെ പാല് ലബ്നുഹാ ദവാഉൻ ലഹ്മുഹാ ദാഉൻ വലബ്നുഹാ ദവാഉൻ, പശുവിന്റെ മാംസം രോഗമുണ്ടാകാൻ കാരണമുള്ള മാംസമാണ്, അതേസമയത്ത് പശുവിന്റെ പാല് അത് മരുന്നാണ് എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പശുവിന്റെ മാംസം, കാളയുടെ മാംസം, അതിന്റെ ദൂഷ്യവശങ്ങൾ നീക്കം ചെയ്യാൻ ഉതകുന്ന ഒരു വലിയ ഔഷധ വീര്യമുള്ള വസ്തുവാണ് ഇഞ്ചി. അതുകൊണ്ട് ഇഞ്ചി മാംസം പാകം ചെയ്യുമ്പോൾ നന്നായി ചേർത്താൽ മാംസത്തിന്റെ ദൂഷ്യവശങ്ങൾ ഒരുപാട് നീങ്ങിപ്പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചികിത്സാ രീതി പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇഞ്ചി വലിയൊരു മരുന്നാണ്. എല്ലാവർക്കും അറിയാം, ഏത് മരുന്നിലും ചുക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. ചുക്ക് എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ ഇഞ്ചിയാണ് എന്ന് ഒരു ചുക്കും അറിയാത്തവനും അറിയാം. അപ്പൊ സഹോദരന്മാരെ, അപ്പൊ ഇഞ്ചി അതൊരു വലിയ മരുന്നാണ്, വളരെ വളരെ പ്രശസ്തമായ ഒരു മരുന്നാണ് ഇഞ്ചി എന്ന് പറയുന്നത്. ആ ഇഞ്ചി ഭരണിയിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ രാജാവ് ഹദിയയായി കൊണ്ട് കൊടുത്തു. അതാണ് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അഹ്ദാ മലിക്കുൽ ഹിന്ദ്, അഹ്ദാ മലിക്കുൽ ഹിന്ദ്, ഇന്ത്യയിലെ രാജാവ് ഹദിയ കൊണ്ട് കൊടുത്തു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജറതൻ, ഒരു ഭരണി, ഫീഹാ സൻജബീലുൻ, അതിൽ ഇഞ്ചിയുണ്ട്. അങ്ങനെ ഇഞ്ചിയുള്ള ഭരണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയ കൊണ്ട് കൊടുത്ത രാജാവിന്റെ നാട്ടുകാരാണ് കേരളക്കാരായ നാം. അത് അഭിമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അത് നമുക്ക് അഭിമാനത്തോടെ പറയാനുള്ള ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂലിന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇഞ്ചി ഹദിയയായി ഞങ്ങളുടെ രാജാവ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആ ഇഞ്ചി അത് ചെറിയ കഷ്ണമാക്കി നുറുക്കി ഒരു കഷ്ണം എനിക്കും തന്നിട്ടുണ്ടെന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയുകയാണ്. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ ചന്ദ്രനെ പിളർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തു. ആ മുഅ്ജിസത്ത് പറഞ്ഞതിന് ശേഷം മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലാഹ് പാടുകയാണ്, നതഖൽ ജമാദു വനഹ്വുഹു മിമ്മസ്തഹർ ലിൽ മുസ്തഫൽ ഹാദി വസഹബിഹിൽ ഖബർ. എത്രയോ അചേതന വസ്തുക്കൾ, എത്രയോ കല്ലുകൾ, അതുപോലുള്ള സാധനങ്ങൾ, ജീവനില്ലാത്ത സാധനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അസൻതഅമിൻ മയ്യിത്തിൻ നിദ്ഖിൻ മദർ ലബ്ബിൻ ഹിമാരിൻ ലൈബത്തിൻ ലീബിൻ ഹജർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വടി സംസാരിച്ചിട്ടുണ്ട്, മയ്യത്ത് സംസാരിച്ചിട്ടുണ്ട്, ഈത്തപ്പനക്കൊല സംസാരിച്ചിട്ടുണ്ട്, മണ്ണിന്റെ കട്ട സംസാരിച്ചിട്ടുണ്ട്, ഉടുമ്പ് സംസാരിച്ചിട്ടുണ്ട്, കഴുത സംസാരിച്ചിട്ടുണ്ട്, മാന് സംസാരിച്ചിട്ടുണ്ട്, ചെന്നായ സംസാരിച്ചിട്ടുണ്ട്, കല്ല് സംസാരിച്ചിട്ടുണ്ട്, ജമലിൻ ദിറാഇൻ നാഖത്തിൻ ജബലിൻ ശജർ സമ്മിൻ തുറാബിൻ സവ്വത്തിൻ തിഫീലിൻ ഹജർ. ഒട്ടകം സംസാരിച്ചിട്ടുണ്ട്, അറുക്കപ്പെട്ട ജീവിയുടെ കയ്യിന്റെ കഷ്ണം, അങ്ങനെ കയ്യിന്റെ കഷ്ണം സംസാരിച്ചിട്ടുണ്ട്, പെണ്ണൊട്ടകം സംസാരിച്ചിട്ടുണ്ട്, പർവ്വതം സംസാരിച്ചിട്ടുണ്ട്, മരം സംസാരിച്ചിട്ടുണ്ട്, മണ്ണ് സംസാരിച്ചിട്ടുണ്ട്, അതുപോലെ സിംഹക്കുട്ടി സംസാരിച്ചിട്ടുണ്ട്, മടിയിൽ കിടക്കുന്ന ചെറിയ പിഞ്ചുകുട്ടി സംസാരിച്ചിട്ടുണ്ട്. ഫഅലൈനി ശാത്തിൻ ദാജിനിൻ ദാതി സിഗർ ഹിതാനി ബൈത്തിൻ അതബത്തിൻ വഹസുൽ ഖഫർ. അതാ ആടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെറുതും വലുതുമൊക്കെ സംസാരിച്ചു.
സംസാരിച്ചിട്ടുണ്ട്. വീട്ടിന്റെ മതിലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. എന്തിനധികം പറയണം? വൽജിദു ഹന്ന ഇലൈഹി മിൻ ഫഖദി ദിക്ർ യബ്കി ഫകസുറ ബുകാഉഹും അയ്മൻ ഹമർ ഫജമീഉഹാ മിഉലു വിതാഹ ഖദ് അഖർ ബിൽലിസാനി ഹാലിൻ വൽ മഖാലി കമാ ദുകിർ. ഉണങ്ങിയ ഈത്തപ്പനയുടെ കഷ്ണം, ആ ഈത്തപ്പന കഷ്ണത്തിലേക്ക് ചാരി നിന്ന് ഖുതുബ ഓതിയിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ മിമ്പർ നിർമ്മിക്കപ്പെട്ടതിന് ശേഷം മിമ്പറിലേക്ക് മാറിയപ്പോൾ അതുവരെ ഖുതുബയാകുന്ന ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചാരി നിന്ന് നിർവഹിച്ചിരുന്ന ആ ഈത്തപ്പനയുടെ കഷ്ണം അത് കരയാൻ തുടങ്ങി. ആ കരച്ചിലുണ്ടായപ്പോ യബ്കി ഫകസുറ ബുകാഉഹും അയ്മൻ ഹദർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ചാരി നിൽക്കുന്ന ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയതിനാൽ മരക്കഷ്ണം കരയുന്നത് കണ്ടപ്പോൾ അവിടെ പള്ളിയിൽ പങ്കെടുത്ത സർവ്വ സഹാബികളും അവരെല്ലാം കരഞ്ഞുപോയി. അങ്ങനെ എല്ലാ ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും ഒരുപോലെ വല്ലാതെ സ്നേഹിച്ച ഏറ്റവും ആദരിക്കപ്പെടുന്ന നേതാവ്, സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ആ നബിയെ നമുക്ക് പറഞ്ഞേത്തു തന്ന നമ്മെ സൃഷ്ടിച്ച റബ്ബിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാനിന്റെ മധുരം. ഈമാനിന്റെ മധുരം അവിടെയാണ്. അല്ലാഹുവിനെ പ്രിയം വെക്കുക, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുക. അല്ലാഹു പറയുകയാണ്, ഖുൽ പറയൂ നബിയേ, ഇൻ കാന ആബാഉകും വ അബ്നാഉകും, നിങ്ങളുടെ പിതാക്കൾ, നിങ്ങളുടെ സന്താനങ്ങൾ, വ ഇഖ്വാനുകും, നിങ്ങളുടെ സഹോദരന്മാർ, വ അസ്വാജുകും, നിങ്ങളുടെ ഭാര്യമാർ, വ അശീറത്തുകും, നിങ്ങളുടെ കുടുംബങ്ങൾ, വ അംവാലുൻ ഇഖ്തറഫ്തുബൂഹാ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന നിങ്ങളുടെ സമ്പത്തുകൾ, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ ബിസിനസ്സുകൾ, നിങ്ങളുടെ കച്ചവടങ്ങൾ, വമസാകിനു തർളൗനഹാ, നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ വീടുകൾ, ഈ വസ്തുക്കളൊക്കെ ആണെങ്കിൽ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, നിങ്ങൾക്ക് അല്ലാഹുവിനേക്കാൾ, അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ നിങ്ങൾക്ക് സ്നേഹം, നിങ്ങൾക്ക് താല്പര്യം, നിങ്ങളെ ബാപ്പയും നിങ്ങളെ സന്താനവും നിങ്ങളെ സഹോദരന്മാരും ഭാര്യമാരും കുടുംബങ്ങളും നിങ്ങളെ സമ്പത്തുകളും നിങ്ങളെ വീടുകളുമാണെങ്കിൽ അല്ലാഹുവിന്റെ വഴിയിൽ അധ്വാനിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് താല്പര്യം ദുനിയാവിലുള്ള നിങ്ങളെ കുടുംബങ്ങളും വീട്ടുകാരും വീടും ബന്ധവും അതുപോലെ നിങ്ങളെ കച്ചവടങ്ങളും വസ്തുക്കളുമാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ചവരല്ല. അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ചവരാകണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലേറ്റവും സ്നേഹം അല്ലാഹുവിനെയാകണം, അവന്റെ റസൂലിനെയാകണം, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അധ്വാനിക്കലും ചെലവഴിക്കലുമാകണം. അതിനപ്പുറമുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ തീരുമാനം കാത്തിരുന്നു കൊള്ളണം. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, തമ്മാടികളായ ജനങ്ങളെ അല്ലാഹു സന്മാർഗത്തിലേക്ക് നയിക്കുകയില്ല. നിങ്ങളുടെ മനസ്സ് 100% അല്ലാഹുവിനെ പ്രിയം വെക്കുന്നതാകണം, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുന്നതാകണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് കഠിനമായ ശിക്ഷയാണ് കേട്ടോ. കാരണം സൃഷ്ടിച്ച സൃഷ്ടാവിനോട് നന്ദിയില്ലാത്ത ജനങ്ങളായി
പാപികളായി പോകും നിങ്ങൾ. വെള്ളം തന്ന രാജാവിനോട് നന്ദിയില്ലാത്തവരായി പോകും നിങ്ങൾ. ആ രാജാവ് ഏറ്റവും പ്രിയം വെക്കുന്ന നേതാവിനെ നിങ്ങൾ പ്രിയം വെക്കുന്നില്ലെങ്കിൽ, ആ രാജാവിനെ പ്രിയം വെക്കുന്നില്ലെങ്കിൽ, ആ രാജാവിന്റെ അടിമകളിൽ ഏറ്റവും നന്ദി കെട്ടവരായി പോകും നിങ്ങൾ. അതിനാൽ സഹോദരന്മാരെ, ഏറ്റവും കൂടുതൽ പ്രിയം വെക്കപ്പെടേണ്ടത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ. ഇതായിരുന്നു സഹാബത്തിന്റെ പതിവ്. അതുകൊണ്ടായിരുന്നു നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്തൊരു താല്പര്യമുള്ള മകളാണ്. ആ മകളെ എവിടെ പോയാലും വന്നൊന്ന് ചെന്ന് നോക്കുമെന്ന് കാണാൻ പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നിന്ന് വിവാഹം കഴിച്ച് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഒരൽപ്പം അകലെയുള്ള വീട്ടിലേക്ക് നീക്കിയപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിന്റെ സമീപത്തെത്തണം എന്ന് തന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിന്റെ സമീപത്ത് തന്നെ താമസിക്കണമെന്ന് അവിടുന്ന് താല്പര്യം പ്രകടിപ്പിച്ചു. അപ്പോൾ അവിടുന്ന് താമസിക്കുന്ന വീട്ടിന്റെ സമീപത്ത് താമസിക്കുന്ന ആളാണ് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ സമീപത്ത് വന്ന് താമസിക്കണമെന്ന് താല്പര്യമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മഹാനായ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു ചെന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നഹു ബലഗനി അന്നക തുഹബ്ബിലു ഫാത്തിമത ഇലൈക വഹാദിഹി മനാസിലി വഹിയ അസ്ബഖു ബുയൂതി ബനി നജ്ജാരി ലക വഇന്നമാ അന വമാലി ലില്ലാഹി വലിറസൂലിഹി. നബിയേ, തങ്ങളെ മകളെ തങ്ങളുടെ സമീപത്തേക്ക് കൊണ്ടുവന്ന് താമസിക്കാൻ താല്പര്യമുണ്ടല്ലോ അവിടുത്തേക്ക്. എന്റെ വീടുകളിതാ, ഇത് ഞങ്ങളുടെ വളരെ മുമ്പേ ഉള്ള വീടുകളാണ്. ഞാനും എന്റെ സമ്പത്തും മുഴുവനും അല്ലാഹുവിനും അവന്റെ റസൂലിനുമുള്ളതാണ്. വല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ വെറുതെ പറയുകയല്ല, വല്ലാഹി അല്ലാഹുവിനെ സത്യം ചെയ്ത് ഞാൻ പറയുന്നു, ലൽ മാലുല്ലദീ തഖുദു മിന്നീ അഹബ്ബു ഇലയ്യ മിനല്ലദീ തദഉ. നബിയെ, തങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുന്ന സ്വത്ത് എന്താണോ അതാണ് തങ്ങൾ ഒഴിവാക്കി എനിക്ക് വിട്ടേച്ച് പോകുന്നതിനേക്കാൾ, എനിക്ക് ഒഴിവാക്കി നിർത്തുന്നതിനേക്കാൾ എനിക്ക് എത്രയോ സന്തോഷമുള്ള സ്വത്ത് തങ്ങൾ എന്നോട് വാങ്ങുന്ന സ്വത്താണ് നബിയേ. തങ്ങൾ എന്തെങ്കിലും എന്നിൽ നിന്ന് വാങ്ങിക്കിട്ടണം എന്നതാണ് എന്റെ താല്പര്യം നബിയേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ പറഞ്ഞു, സദഖത ബാറക്കല്ലാഹു അലൈക്, നീ പറഞ്ഞത് സത്യമാണ്, നിനക്ക് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. സഹോദരന്മാരെ, സഹാബത്തിന്റെ ജീവിതമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നു. അതേ ഹിജ്റ പോകാൻ വേണ്ടിയുള്ള ഇറക്കമാണ്. അത് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ശത്രുക്കൾ വന്ന് വീട് വളഞ്ഞതിന് ശേഷമാണ്, കൊല്ലാൻ പരിപാടിയിട്ടതിന് ശേഷമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്ന സമയത്ത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും സന്തോഷമുണ്ടായത് എപ്പോഴാണ്? നബിയെ, തങ്ങളുടെ കൂടെ എന്നെയും കൊണ്ടുപോകാൻ സമ്മതമുണ്ടോ, കൂടെ വരാമോ എന്ന് ചോദിച്ചപ്പോ സമ്മതമുണ്ട്, നിങ്ങളെയും കൂടെ കൊണ്ടുപോകാൻ അനുമതിയുണ്ടെന്ന് അവിടുന്ന് പറഞ്ഞപ്പോഴല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ എന്റെ നാടും വീടുമൊക്കെ വിട്ടിട്ട് എനിക്ക് റസൂലുള്ള പോകുന്ന സ്ഥലത്തേക്ക് നബിയുടെ കൂടെ പോകാമല്ലോ. നബിയുടെ കൂടെ ജീവിക്കലല്ലേ സന്തോഷം. എനിക്കെന്തിനാണ് വീട്, എനിക്കെന്തിനാണ് നാട്, എനിക്ക് അവിടുത്തോടു കൂടെ ജീവിക്കലല്ലേ സന്തോഷം. വളരെ സന്തോഷിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഗാർ സൗർ എന്ന് പറയുന്ന വളരെ അകലമുള്ള വളരെ ഉയരമുള്ള ആ പർവ്വതങ്ങൾ, കല്ലുകൾ നിറഞ്ഞു കിടക്കുന്ന പർവ്വതം കയറി പോകണം. അത് പോകാൻ അങ്ങനെ കല്ലിന്റെ മേലെ നടന്ന് കൂടുതൽ പരിചയമുള്ള ആളല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതാ കാലിന് ചെരുപ്പില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാല് ഒരു ചെറിയ കല്ലിന്റെ കഷ്ണം കൊണ്ട് മുറിഞ്ഞു.
മുറിഞ്ഞത് കണ്ടപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വേദനയായി. ഉടനെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി കുനിഞ്ഞങ്ങിരുന്നു. നബിയേ, ഇനി തങ്ങൾ നടക്കാൻ പറ്റില്ല, ഞാൻ എന്റെ ചുമലിൽ ചുമന്നു കൊണ്ടുപോകും തങ്ങളെ. തങ്ങളുടെ കാലിന് ഒരു കല്ലിലും തട്ടിയാൽ പറ്റില്ല. അവിടെ ഇരുന്നു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചുമലിൽ അതാ അങ്ങ് ചുമന്നുകൊണ്ട് പർവ്വതം കയറുകയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗുഹയുടെ സമീപത്തെത്തിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, തങ്ങൾ പുറത്തൊന്ന് നിൽക്കൂ, ഞാനൊന്ന് ആദ്യം കയറി നോക്കട്ടെ. ഗുഹയുടെ ഉള്ളിലേക്ക് അങ്ങ് കയറിയിട്ടതാ അവിടെ നന്നായി ഒന്ന് പരിശോധന നടത്തി. അങ്ങനെ അവിടെ കാണുന്ന ഓരോ പൊത്തുകളും അടച്ചു. സുബ്ഹാനല്ലാഹ്, അടക്കാൻ എന്താണ് സാധനമുള്ളത്? ഒന്നുമില്ല. ഉടുത്ത തുണിയുടെ ഭാഗം കീറിയെടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ഓരോ സ്ഥലങ്ങളും അടച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം നോക്കുമ്പോൾ ഔറത്ത് മറക്കാനുള്ള തുണിയും കഴിച്ച്, പിന്നെ അവിടെ നോക്കുമ്പോൾ തുണിക്ക് നീളമില്ല, മുറിച്ചെടുക്കാനുള്ള സ്ഥലം ബാക്കിയില്ല. അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ ആ ഗുഹയിൽ അവിടെ ഇരുന്നു. രണ്ട് കാലും രണ്ട് ഗുഹയുടെ ഭാഗത്തേക്ക് ചേർത്ത്, രണ്ട് പൊത്തുകളും ഗുഹയിലുള്ള രണ്ട് പൊത്തുകളും കാലുകൊണ്ട് അവിടെ അടച്ചു വെച്ചിട്ട് നബി തങ്ങളെ വിളിച്ചു, നബിയേ, തങ്ങൾ കയറിക്കോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് വളരെ ക്ഷീണിച്ചിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ മടിയും വെച്ചങ്ങ് കിടന്ന് ഒന്നൽപ്പം ഉറങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നു ഉറങ്ങുന്ന സമയത്ത് അതാ ആ ചെറിയ പൊത്തിന്റെ ഉള്ളിൽ നിന്ന് പാമ്പ് വന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് കൊത്തുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലി വെച്ച് അടച്ചതും അതിന് തന്നെയാണ്. അഥവാ വല്ല പാമ്പോ തേളോ മറ്റെന്തെങ്കിലുമോ ഉണ്ടെങ്കിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവിന് ഒന്നും സംഭവിച്ചുകൂടാ. അബൂബക്കറിന്റെ കാലി, അബൂബക്കറിന്റെ ശരീരം, അബൂബക്കർ മുഴുവനും ആ നബിക്കുള്ളതാണ്. ആ ചിന്തയിലല്ലേ കാലുകൊണ്ടടച്ചത്. കാലിന് പാമ്പ് വന്ന് കൊത്തുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാല് വലിക്കുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങുകയല്ലേ. അവിടുത്തെ ഉറക്കിന് ശല്യം വരാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, പാമ്പ് കൊത്തി വേദന സഹിക്കാതെ ആയപ്പോ അറിയാതെ കണ്ണിൽ നിന്ന് വെള്ളമൊലിച്ചു പോയി. അത് താടിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്നുണ്ടല്ലോ മടിയിൽ, അവിടെ അങ്ങ് ഊറ്റിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കം തെളിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താണ് അബൂബക്കറേ? നബിയേ, ഫിദാക അബീ വ ഉമ്മി, എന്റെ ബാപ്പയും എന്റെ ഉമ്മയുമൊക്കെ തങ്ങൾക്ക് വേണ്ടി കൊടുക്കാനുള്ളതാണ്, തങ്ങൾക്ക് സമർപ്പിക്കാനുള്ളതാണ്. എന്റെ ബാപ്പയും എന്റെ ഉമ്മയും ഞാനും എല്ലാം തങ്ങൾക്കുള്ളതാണ്. നബിയേ, എന്നെ വിഷം തീണ്ടിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമിനീര് തന്നെ എന്ത് വിഷത്തിനും എന്ത് വിഷയത്തിനും ഔഷധമല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വേദന നീങ്ങാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി. സുബ്ഹാനല്ലാഹ്, രാത്രി സമയമാണിത്. നേരം വെളുത്തതിന് ശേഷമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടുത്ത തുണി, സാധാരണ ഉടുക്കുന്ന തുണി, ആ വലിപ്പവും നീളവുമില്ലാതെ ഉടുത്ത തുണി ധാരാളം കീറിപ്പറിച്ച് ആ പൊത്തുകൾ ഇങ്ങനെ അടച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയാണ്. അപ്പോഴാണ് രണ്ട് കൈയുയർത്തിയിട്ട് ഗുഹയിൽ നിന്നൊരൊറ്റ ദുആയാണ്, അല്ലാഹുമ്മ ജൽ അബൂബക്കറിൻ ഫീ ദർജതി യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ എന്റെ ദറജയിൽ തന്നെ അബൂബക്കറിനെയും ആക്കണേ അല്ലാഹ്. ഒരൊറ്റ ദുആയാണ്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം. സഹോദരന്മാരെ, എല്ലാ മഹാന്മാരുടെയും ചരിത്രമായി ഏത് മഹാന്മാരെ ചരിത്രം നോക്കിയാലും നമുക്ക് കാണാം, അവർ അവരുടെ സ്വന്തം ശരീരത്തെക്കാൾ, അവരുടെ എല്ലാ സമ്പത്തുകളെക്കാളും അവരേറ്റവും പ്രിയം വെച്ചത്
അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ, അതിലപ്പുറം വേറെ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെച്ചുകൊണ്ടാണ് എല്ലാ മഹാന്മാരുടെയും ജീവിതം. ഇത് നമുക്കുമുണ്ടായിരിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുന്നു. എന്റെ ചെറുപ്പക്കാരെ, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുന്ന നാം അവിടുന്ന് കൽപ്പിച്ചതൊഴിക്കരുത്, അവിടുന്ന് വിരോധിച്ചത് ചെയ്യരുത്. ഒരു കുറഞ്ഞ കാലമേ നമുക്ക് ജീവിതമുള്ളൂ. ആ ജീവിതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊരുത്തപ്പെട്ട ജീവിതം നയിക്കണമെന്ന ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് ഏറ്റവും വലിയ വിഷയം. സഹോദരന്മാര് ചിന്തിക്കണം. എനിക്കും നിങ്ങൾക്കും ശരീരം കൊണ്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് അവിടുത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ചാൻസ് ലഭിച്ചിട്ടില്ല, അവസരം ലഭിച്ചിട്ടില്ല. നമുക്ക് ലഭിച്ചത് തഖ്വയോടുകൂടെ ജീവിച്ചുകൊണ്ട് അവിടുന്ന് പൊരുത്തപ്പെടുന്ന ദീനിന്റെ പ്രവർത്തനം നടത്തി അവിടുന്ന് ഇവിടെ നമുക്ക് പഠിപ്പിച്ചു എന്ന ദീൻ ഹക്കായ നിലക്ക് നിലനിർത്താൻ വേണ്ടിയുള്ള അധ്വാനിച്ച് അവിടുന്ന് കൽപ്പിച്ചതെടുത്ത് വിരോധിച്ചത് കൈയൊഴിച്ച് ജീവിച്ചുകൊണ്ട് അവിടുത്തെ പൊരുത്തം വാങ്ങലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ചാൻസ്. അത് നമ്മളെ മനസ്സിൽ വേണം. നിങ്ങൾ കണ്ടില്ലേ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് അതാ പലരും ഛിന്ന ഭിന്നമായി പോവുകയാണ്. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം തന്നെ. യുദ്ധം നടക്കുന്ന സമയത്ത് ഏതോ ഒരു ചങ്ങാതി ഉറക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞു, ഇന്നി ഖതൽതു മുഹമ്മദാ, ഞാൻ മുഹമ്മദിനെ വധിച്ചിരിക്കുന്നു. അത് കേട്ടപ്പോൾ മനസ്സിന് താങ്ങാൻ കഴിഞ്ഞില്ല. അതിന്റെ പേരിൽ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് കേട്ടപ്പോ ബഹുമാനപ്പെട്ട നബി തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് സഹാബത്ത് ഛിന്ന ഭിന്നമായി പോയി. അപ്പോഴാ അബൂ തൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന് നിൽക്കുന്നു. ബഹുമാനപ്പെട്ടവരെ നന്നായി അമ്പെയ്യാൻ അറിയുന്ന ആളാണ്. ഓരോ അമ്പുകളും എടുത്ത് ശത്രുവിന്റെ ഭാഗത്തേക്ക് തൊടുത്തു വിടുകയാണ്. അതിനിടയിൽ അബൂ തൽഹ സദ്റഹു വയഖൂലു ഹകദാ ബിഅബി അന്ത വഅബി ബിഉമ്മി അന്ത വഅബി യാ റസൂലല്ലാഹ് ലാ യുസീബുക സഹം. എന്റെ അമ്പ് ഞാൻ തൊടുത്തു വിടും നബിയേ, പക്ഷേ അങ്ങയുടെ ശരീരത്തിൽ ഒരൊറ്റ അമ്പും വന്ന് തെറിക്കാൻ, ഒരൊറ്റ അമ്പും വന്ന് തറക്കാൻ അബൂ തൽഹയുടെ നെഞ്ഞ് ബാക്കിയുള്ള കാലത്തോളം അനുവദിക്കൂല നബിയേ. എന്റെ ബാപ്പയും ഉമ്മയും ഒക്കെ തങ്ങൾക്കുള്ളതാണ്. തങ്ങളെ നെഞ്ഞിന്റെ സമീപത്ത് എന്റെ നെഞ്ഞു വെക്കും. തങ്ങളെപ്പോഴും എന്റെ നെഞ്ഞുകൊണ്ട് തടുത്തുകൊണ്ടേ ഞാനിവിടെ നിൽക്കുള്ളൂ നബിയേ. എന്റെ നെഞ്ച് തങ്ങളുടെ നെഞ്ഞിന് കാവലിനുള്ളതാണ് നബിയേ. വകാന അബൂ തൽഹ യുസവ്വിറു നഫ്സഹു, അതേ അയ്യജഅലു നഫ്സഹു സൂറൻ ബൈന റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന്റെ മുന്നിൽ സ്വന്തം നെഞ്ഞി വിടർത്തി വെച്ചുകൊണ്ട് നിൽക്കുകയാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്ന ജൽദി യാ റസൂലല്ലാഹ്, ഇന്നി ജൽദുൻ യാ റസൂലല്ലാഹ്. നബിയെ, ഞാൻ ധീരനാണ്, എനിക്ക് പ്രശ്നമല്ല, ഞാൻ ശക്തിയുള്ളവനാണ്. തങ്ങളുടെ നെഞ്ഞിലേക്ക് ഒരമ്പും വരില്ല നബിയെ. ഫവജ്ജിഹ്നി ഫീ ഹവായിജിക വമുർനി ബിമാ ശീത. തങ്ങൾക്ക് എന്ത് വേണം തങ്ങൾ കൽപ്പിച്ചു, തങ്ങൾ എന്തുദ്ദേശിക്കുന്നു തങ്ങൾ ആജ്ഞാപിച്ചോ. അബൂ തൽഹ ഉണ്ട് നബിയേ. സഹാബത്ത് സ്നേഹം പ്രകടിപ്പിച്ച രംഗങ്ങളാണ്. അങ്ങനെയുള്ള ചാൻസുകളൊന്നും ചെറുപ്പക്കാരെ എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടില്ല. നമ്മൾ എന്ത് വേണം? രാവിലെ സുബ്ഹിന്റെ സമയത്ത് നമ്മുടെ രാജാവായ റബ്ബ് നമ്മളോട് കൽപ്പിച്ചു, നിങ്ങളെ പ്രിയപ്പെട്ട നബിയെ നിങ്ങൾ സുബ്ഹിന്റെ സമയത്ത് വിളിക്കണം. എന്നിട്ട് ആ നബിക്ക് നിങ്ങളൊരു സലാം പറയണം, ഒരു സന്ദേശം പറയണം, സമാധാനത്തിന്റെ സന്ദേശം പറയണം.
പറയണം. അതാണ് നിസ്കാരത്തിൽ, സുബ്ഹി നിസ്കാരത്തിൽ നമ്മൾ പറയുന്ന അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയായവരെ അങ്ങയ്ക്ക് സമാധാനമുണ്ട് നബിയേ. അത് സുബ്ഹിക്ക് തന്നെ പറയാൻ രാജാവായ റബ്ബ് കൽപ്പിക്കുന്നു, പ്രിയപ്പെട്ട നബി നിർദ്ദേശിക്കുന്നു. നബിക്ക് എന്തെങ്കിലും കിട്ടാനല്ല, നബി തങ്ങൾക്ക് നീയും ഞാനും സലാം പറഞ്ഞില്ലെങ്കിലും ഒരു കുറവും വരാനില്ല. പക്ഷേ അവിടുന്ന് പറഞ്ഞല്ലോ, മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി അറുദ്ദ അലൈഹിസ്സലാം. എന്റെ ഉമ്മത്തുകൾ എനിക്ക് എവിടെ വെച്ച് ആര് എപ്പോൾ സലാം പറഞ്ഞാലും, എവിടെ വെച്ച് സലാം പറഞ്ഞാലും എനിക്കത് മടക്കാൻ അല്ലാഹു എന്റെ ആത്മാവിനെ മടക്കി തന്നിട്ടുണ്ടാകും. ഞാൻ ഖബറിൽ ജീവിച്ചിരിക്കുകയാണെന്നർത്ഥം. അതുകൊണ്ട് തന്നെ എവിടുന്ന് നിങ്ങൾ സലാം പറഞ്ഞാലും ഞാനത് മടക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പാറക്കടവിലെ ഒരു ചെറിയ കട്ടപ്പുരയിൽ നിന്ന് ഒരു പാവപ്പെട്ട ഉമ്മാമ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് രാവിലെ വിളിച്ചു പറയുമ്പോ അതാ മദീനയിൽ കിടക്കുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാവപ്പെട്ട ഉമ്മാമക്ക് സലാം മടക്കിപ്പോയി. ചെറുപ്പക്കാരാ, നിന്റെ തൊട്ടടുത്ത കട്ടിലിൽ കിടക്കുന്ന വ്യക്തി, നിന്റെ തൊട്ടടുത്ത റൂമിൽ കിടക്കുന്ന വ്യക്തി രാവിലെ എഴുന്നേറ്റ് പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് സലാം പറയുമ്പോ മദീനയിൽ നിന്ന് നിന്റെ തൊട്ടടുത്ത റൂമിലുള്ള ചെറുപ്പക്കാരന് അല്ലാഹുവിന്റെ റസൂൽ സലാം മടക്കിപ്പോയി. വഅലൈക്കുമുസ്സലാം, നിനക്കും സലാമുണ്ട് മോനെ. എന്റെ ചെറുപ്പക്കാരാ, ഈ സുബ്ഹിന്റെ സമയത്ത് നീ കിടന്നുറങ്ങിയാൽ പ്രിയപ്പെട്ട നബിക്കൊരു സലാം പറയാൻ അല്ലാഹു കൽപ്പിച്ചിട്ട് ആ സലാം പറയാതെ കിടന്നുറങ്ങുന്നവനായി പോയി നീയും റസൂലുള്ളാഹിയും തമ്മിലുള്ള ബന്ധം എന്താണ്? സലാം പറയാൻ അല്ലാഹു കൽപ്പിച്ച സമയത്ത് അള്ളാന്റെ റസൂലിന് സലാം പറയാതെ കിടന്നുറങ്ങുന്നവൻ അവനേക്കാൾ നബിയുമായി അകന്നവൻ വേറെ ആരാണ് സഹോദരാ? അതുകൊണ്ട് തന്നെ ഓ മുസ്ലിമേ, ഇവിടെ നീയും ഞാനും നെഞ്ഞു വെച്ചു കൊടുത്തുകൊണ്ട് അവിടുത്തെ ശരീരത്തെ സംരക്ഷിക്കുന്നതിനുള്ള ചാൻസ് നമുക്കില്ല. നമുക്കുള്ളത് നമ്മുടെ നെഞ്ഞിന്റെ, നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മദീനയിൽ കിടക്കുന്ന നേതാവിന് മറ്റ് പലരും കിടന്നുറങ്ങുന്ന സമയത്ത് വിളിച്ചിട്ട് സലാം പറയാനുള്ള ഭാഗ്യമാണല്ലോ തന്നത്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ നബിക്ക് മറ്റുള്ളവര് സലാം പറയുമ്പോ നീ കിടന്നുറങ്ങുന്നവനാകല്ല, നീ റോട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞു ളുഹർ കളാക്കുന്നവനാകല്ല, അസ്ർ കളാക്കുന്നവനാകല്ല, മഗ്രിബ് നിസ്കരിക്കാത്തവനാകല്ല, ഇശാ നിസ്കരിക്കാത്തവനാകല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഏറ്റവും ചുരുങ്ങിയത് 5 തവണ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തവണ മദീനയിലേക്ക് വിളിച്ച് സലാം പറയുന്ന അനുയായിയായി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും സർവ്വ മുഅ്മിനീകളോടും മുഅ്മിനാത്തുകളോടും ഈ സമയത്ത് ഉണർത്തട്ടെ സഹോദരന്മാരെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ ഉറക്കം വരാത്ത സഹാബികൾ എവിടെ ചെന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം. കേട്ടിട്ടില്ലേ നിങ്ങൾ? സൗബാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് പറഞ്ഞു, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ അഹ്ലി വമാലി, എന്റെ സമ്പത്തുകളെക്കാളും കുടുംബങ്ങളെക്കാളും ഒക്കെ നബിയെ എനിക്ക് പ്രിയപ്പെട്ടത് തങ്ങളാണ്. വഇന്നീ ലാ അസ്കുറുക ഫീമാ അസ്മറു ഹത്താ അജിയ ഇലൈക്, നബിയെ തങ്ങളെ ഓർമ്മ വന്നാൽ പിന്നെ എനിക്ക് ക്ഷമിക്കാൻ കഴിയൂല. എനിക്ക് തങ്ങളെ മുഖം കണ്ടാലേ പറ്റൂ. തങ്ങളെ ഓർമ്മ വന്നാൽ ഞാൻ പിന്നെ തങ്ങളെ കാണാതെ എന്റെ മനസ്സിന് സമാധാനം കിട്ടൂല. പക്ഷേ ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ മരിച്ചു പോകുമല്ലോ, എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മൗത്തായി പോകുമല്ലോ. فعرفت أنك إذا دخلت الجنة رفعت مع النبيين. എനിക്കറിയാം തങ്ങൾ സ്വർഗത്തിൽ കടന്നാൽ അമ്പിയാക്കളുടെ കൂടെ ഉന്നത പദവിയിലല്ലേ നബിയെ. വഇൻ ദഖൽതുഹാ,
ഞാൻ സ്വർഗത്തിൽ കടന്നാൽ ലാറാക്ക് തങ്ങളെ കാണാൻ എനിക്ക് കഴിയൂലല്ലോ. എനിക്ക് തങ്ങളെ പോലത്തെ ദറജയും പദവിയൊന്നുമില്ലല്ലോ നബിയേ. തങ്ങളെ എനിക്ക് സ്വർഗത്തിൽ വെച്ചെങ്ങനെ കാണാൻ കഴിയും? തങ്ങളുടെ മഖാമിൽ ആരും എത്തൂലല്ലോ നബിയേ. പിന്നെ ഞാൻ സ്വർഗത്തിൽ വെച്ച് തങ്ങളെ കാണലെങ്ങനെ? ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അപ്പോഴതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് ആയത്ത് ഓതിക്കൊടുക്കുന്നു. വമൻ യുതിഇല്ലാഹ വർ-റസൂല ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന والصديقين والشهداء والصالحين وحسن أولئك رفيقا. അല്ലാഹു പറയുന്നു, അല്ലാഹുവിനെ ഒരാൾ ശരിക്കനുസരിച്ച് ജീവിച്ചാൽ, വർ-റസൂല അല്ലാഹുവിന്റെ റസൂലിനെ ശരിക്കനുസരിച്ച് ജീവിച്ചാൽ, فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. അവർ അതാ നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സജ്ജനങ്ങൾ ആ മഹാന്മാരുടെ കൂടെയാണ്. വഹസുന ഉലൈക റഫീഖാ. അവർ നല്ല സുഹൃത്തുക്കൾ, നല്ല കൂട്ടുകാർ, എപ്പോഴും സഹായങ്ങളും സഹകരണങ്ങളും ലഭിക്കുന്ന ഏറ്റവും നല്ല കൂട്ടുകാർ അവര് തന്നെ. എന്താണ് ഇതുകൊണ്ട് അറിയിക്കുന്നത്? സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പവറും സ്ഥാനവും ഉണ്ടെങ്കിലും നബിയെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കാനും നബിയെ പോയി കാണാനും ബന്ധപ്പെടാനും ഒക്കെ അള്ളാഹു അവസരങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അള്ളാഹുവേ, സാധുക്കളായ ഞങ്ങൾക്കും അതിനവസരം തരണേ റഹ്മാനേ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല സഹോദരന്മാരെ. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എപ്പോഴും ഓർക്കുകയും മഹാന്മാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർത്ത് പലപ്പോഴും കരയുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്, അത് അവിടുത്തെ ജീവിതകാലത്തും നടന്നു, വഫാത്തിന് ശേഷവും നടന്നു. ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു സദസ്സിലൂടെ ഇങ്ങനെ പോവുകയാണ്. അൻസാരികളായ സഹാബത്തിരിക്കുന്ന സദസ്സ. അൻസാരികളൊക്കെ കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും പള്ളിയിൽ ജമാഅത്തിന് വരും, ജമാഅത്തിന് ഇമാമായി നിൽക്കും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്കറിയാമല്ലോ, അവസാനം രോഗത്തിൽ കിടക്കുമ്പോൾ ജമാഅത്തിന് വരാൻ സാധിച്ചില്ല. ആ സമയത്ത് മഹാന്മാരായ അൻസാരികളായ സഹാബികൾ അല്ലാഹുവിന്റെ റസൂലിന് പള്ളിയിൽ വരാൻ കഴിയാത്ത വിഷമം കൊണ്ട് കരയുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അബ്ബാസ് റളിയല്ലാഹു അൻഹും കരയുന്ന അൻസാരികളായ മദീനക്കാരായ സഹാബികളെ കണ്ടപ്പോൾ ചോദിച്ചുമായി ബുക്കീക്കും, നിങ്ങൾ കരയുന്നത് എന്താണ്? നിങ്ങൾ കരയിച്ചത് എന്താണ്? അവർ പറഞ്ഞു, ദക്കർനാ മജ്ലിസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ നാട്ടിൽ വന്നു, ഞങ്ങൾ സ്വീകരിച്ചു. ഞങ്ങൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ കൂടെ എങ്ങനെ ജീവിക്കലല്ലേ? ഇപ്പൊ അള്ളാഹുവിന്റെ റസൂലിന് പള്ളിയിൽ വരാൻ സാധിക്കുന്നില്ലല്ലോ. ഞങ്ങൾ ആ റസൂലുള്ളാഹിന്റെ സദസ്സ് കിട്ടാത്ത വേദന കൊണ്ട് കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ചെന്നപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവോ ഈ സഹാബികൾ കരയുന്ന സംഭവം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തലക്ക് നല്ല വേദനയുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നല്ല നാടയെടുത്ത് അവിടുത്തെ തലക്ക് നന്നായി ചുറ്റിയൊന്ന് കെട്ടി, നാട കൊണ്ട് നന്നായി തലയൊന്ന് കെട്ടി നേരെ ഇങ്ങോട്ട് മെല്ലെ വന്നു. മിമ്പറിന്റെ മേലെ അങ്ങ് കയറി. അത് അവസാനത്തെ മിമ്പറിന്റെ മേലെ അവസാനം കയറിയ കയറലാണ് കേട്ടോ, പിന്നീട് കയറിയിട്ടില്ല. വഫാത്തിനോട് അടുത്ത സമയമാണ്.
മിമ്പറിന്റെ മേലെ നിന്ന് അവിടുന്ന് ഒരു ചെറിയൊരു പ്രസംഗം, ഒരു ചെറിയ ഉപദേശം നൽകി. അൽഹംദുലില്ലാ, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങി. ഉസീകും ബിൽ അൻസാരി ഫഇന്നഹും കർശീ വഇബതി. ഓ സഹാബികളെ, മദീന നിവാസികളായ അൻസാരികളായ സഹാബികൾ അതെന്റെ കള്ളിക്കാരാണ്, എന്റെ കള്ളിക്കാരാണ്. എന്റെ ഉള്ളു മനസ്സിലാക്കിയവരും ഞാൻ അവരുടെ ഉള്ളു മനസ്സിലാക്കിയവരുമാണ്. വഖദ് ഖളൗല്ലദീ അലൈഹിം, അവരവരുടെ കടപ്പാടുകൾ വീട്ടിയവരാണ്. വബഖിയല്ലദീ ലഹും, അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളൊക്കെ ബാക്കിയാണ്. ഫഖ്ബലൂ മിൻ മുഹ്സിനിഹിം, അതുകൊണ്ട് മദീനക്കാരായ സഹാബികളിൽ അതാ ധാരാളം നന്മ ചെയ്യുന്നവർ, അവർ ചെയ്യുന്ന നന്മകൾ നിങ്ങൾ സ്വീകരിച്ചോളൂ. അവരിൽ ആരെങ്കിലും വല്ല മോശവും ചെയ്തു പോയെങ്കിൽ നിങ്ങളങ്ങ് വിട്ടുവീഴ്ച ചെയ്തോളൂ. അൻസാരികളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അതാ മദീനയിൽ നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ശാമിലേക്ക് പോയിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബിലാൽ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കാണുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, മഹാദിഹിൽ ജഫ്തു യാ ബിലാൽ അമാനലക അൻ തസൂറനീ. സ്വപ്നത്തിലുള്ള ചോദ്യമാണ്, ബിലാലേ, നിങ്ങൾ മദീന വിട്ടിട്ട് കുറെ കാലമായില്ലേ, നിങ്ങൾ എന്തേ എന്നെ സന്ദർശിക്കാൻ മദീനയിൽ വരാത്തത്? സ്നേഹിക്കുന്നവര് സമീപത്ത് വരുന്നത് വലിയ സന്തോഷമല്ലേ? അല്ലേ? ബാപ്പയുടെ അടുക്കലും ഉമ്മയുടെ അടുക്കലുമൊക്കെ വീട് മാറി താമസിക്കുന്ന മക്കള് കയറി വരുമ്പോ, പുതിയ വീട്ടിൽ പോയി താമസിക്കുന്ന മക്കള് തറവാട്ട് വീട്ടിലേക്ക് ഉമ്മാനെയും ബാപ്പനെയും ഒക്കെ കാണാൻ വരുമ്പോ, മക്കള് വരുമ്പോ ഉപ്പാപ്പാക്കും ഉമ്മാമാക്കും ഉമ്മക്കുമൊക്കെ വലിയ സന്തോഷമല്ലേ? അതുപോലെ ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വന്നാൽ നബി തങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ദർസിൽ നിന്ന് കുറെ മുമ്പ് ഓതിപ്പോയ മുതഅല്ലിമീങ്ങൾ കുറെ കാലം കഴിഞ്ഞിട്ട് ഉസ്താദിനെ കാണാൻ വന്നാൽ ഉസ്താദിന് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. ബാപ്പയെ കാണാൻ മക്കൾ വന്ന വലിയ സന്തോഷമാണ്. എല്ലാവർക്കും അറിയുന്ന സംഗതിയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത ഉമ്മുൽ അമ്മബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ബാപ്പക്കും ഉമ്മക്കൊന്നുമില്ലാത്ത മഹിമയും സ്ഥാനവുമല്ലേ ഉള്ളത്, ബന്ധമല്ലേ ഉള്ളത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാണ്, ബിലാലെ, നീ എന്തേ എന്നെ സന്ദർശിക്കാൻ വരാത്തത്? അല്ലാഹുവിന്റെ റസൂലിനെ സിയാറത്ത് ചെല്ലാൻ ചൊല്ലുന്നത് വലിയ സന്തോഷമാണ് അവിടുത്തേക്ക്. അപ്പോഴാണ് ബിലാൽ റളിയല്ലാഹു അൻഹു പേടിച്ച് ഞെട്ടി ഉണർന്നുപോയി. ഉടനെ തന്നെ വാഹനം സംഘടിപ്പിച്ചു, മദീന കരുതി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിനടുക്കൽ വന്ന് ഖബറിന്റെ മേലെ മുഖവും കുത്തിയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു അതാ പൊട്ടിക്കരയുകയാണ്. ഖബറിന്റെ മേലെ മുഖവും കുത്തിക്കരയുകയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഓടി വന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ഫജഅല ബിലാലുൻ യളുമ്മുഹുമാ വയുഖബ്ബിലുഹുമാ. നബി തങ്ങളുടെ പിഞ്ചോമന മക്കൾ വന്നപ്പോ രണ്ടാളെയും എടുത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു തുരുതുര ചുംബിക്കുകയാണ്. ഫഖാല ലഹു, അപ്പോഴാ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, നതമന്നാ നസ്മഉ അദാനക അല്ലദീ തുഅദ്ദിനു ബിഹി ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മസ്ജിദി. ഓ ബിലാലേ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന് നല്ല സൗന്ദര്യമുള്ള ബാങ്ക് കൊടുക്കുന്ന ആളല്ലേ, ആ ബാങ്ക് കേൾക്കാൻ ഞങ്ങൾക്ക് ആശ തോന്നുന്നു. നിങ്ങളൊന്ന് മദീന പള്ളിയിലൊന്ന് ബാങ്ക് വിളിക്കൂ. ഹസൻ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുന്നു, ഹുസൈൻ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുന്നു. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പള്ളിയുടെ മച്ചിന്റെ മേലെ അങ്ങ് കയറി, ടെറസിന്റെ മേലെ അങ്ങ് കയറി. സാധാരണ നിൽക്കുന്ന സ്ഥലത്തങ്ങ് നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ
ബാങ്ക് തുടങ്ങിയപ്പോൾ ഇർതജ്ജത്തിൽ മദീന, മദീന പ്രകമ്പനം കൊണ്ടുപോയി. പിന്നെയോ ഫലമ്മ ഖാല അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, മദീന പ്രകമ്പനം കൊണ്ടുപോയി. ഫലമ്മ ഖാല അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ സ്ത്രീകളടക്കം വീട്ടിന്റെ ഉള്ളിൽ വെച്ച് അബൂഇസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ജനിച്ചു വന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരും ഷഹാദത്തും ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്ന് കേട്ടപ്പോ ഫമാ റുയ യൗമുൻ അക്സറ ബാകിയൻ വലാ ബാകിയതൻ ബിൽ മദീനതി ബഅദഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സറ മിൻ ദാലികൽ യൗം. മദീന മുഴുവനും കരച്ചിലാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ഓർമ്മിച്ചതിന്റെ പേരിൽ മദീനയിലുള്ള സർവ്വ സഹാബികളും കരയുകയാണ്. സഹോദരന്മാരെ, നബി തങ്ങൾ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അതാ നിറഞ്ഞു നിൽക്കുകയാണ്, ജീവിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് എല്ലാ സഹാബികളുടെയും ചരിത്രമുള്ളത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ പോവാണ്. അപ്പൊ കണ്ടു ഒരു വീട്ടിൽ ഒരു വിളക്ക്. റളിയല്ലാഹു അൻഹു വരെ ചെന്ന് നോക്കുമ്പോ ഒരു പാവപ്പെട്ട കിഴവിയായ ഒരു ഉമ്മ, ആ ഉമ്മ ഇങ്ങനെ ചൊല്ലുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ്. രാത്രി കുത്തിരുന്നിട്ട് രാത്രി സമയത്ത് ഇരുന്ന് ആ ഉമ്മ ഇങ്ങനെ മദ്ഹ് ചൊല്ലാണ്. അലാ മുഹമ്മദിൻ സലാത്തുൽ അബ്റാർ സല്ലാ അലൈക്കൽ മുസ്തഫൗനൽ അഖിയാർ ഖദ് കുന്ത ഖവാമൻ ബകൽ അസ്ഹാർ യാ ലൈത ശഇരി വൽ മനായ. സർവമഹാന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സലാത്ത് ചൊല്ലുന്നു. നബിയേ, തങ്ങൾ പാതിരക്ക് എഴുന്നേറ്റ് നീണ്ട സമയം തഹജ്ജുദ് നിസ്കരിച്ച മഹാനാണ്. കാല് നീര് കെട്ടി വീർത്തിത് എഴുന്നേറ്റ് നിസ്കരിച്ചതിന്റെ പേരിലാണ്. കേട്ടിട്ടില്ലേ നിങ്ങൾ? അലം തു സുന്നത മൻ അഹ്യല്ല ലമയിലാ അനിസ്തകത് ഖദമാ ഖുദറ മിൻ വറമി. എന്തിനാണ് നബിയേ, തങ്ങൾക്ക് ദോഷമില്ലല്ലോ, തങ്ങളുടെയും ദോഷത്തിന്റെയും ഇടയ്ക്ക് അല്ലാഹ് മറയിട്ടതാണല്ലോ. എന്തിനാണ് ഇങ്ങനെ നീരുകെട്ടി വീർക്കുന്ന നിലക്ക് നിസ്കരിക്കുമെന്ന് ചോദിക്കുമ്പോ അഫലകൂനു അബ്ദൻ ശകൂറാ. ആയിഷ, എന്റെ റബ്ബ് എനിക്ക് ധാരാളം തന്നിട്ടില്ലേ, ആ റബ്ബിന് നന്ദി ചെയ്യണ്ടേ ആയിഷ എന്ന് ചോദിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് ഈ പാവപ്പെട്ട ഉമ്മ ചൊല്ലുകയാണ്. പാതിരക്ക് എഴുന്നേറ്റ് കരയുന്നവരല്ലേ നബിയെ തങ്ങൾ, അല്ലാഹുവോട് കരയുന്നവരല്ലേ, ധാരാളം എഴുന്നേറ്റ് നിസ്കരിച്ചവരല്ലേ. അതിങ്ങനെ പറഞ്ഞിട്ട് പറയാണ് ഹൽ തജ്മഉലി വഹബീബി അദ്ദാർ. എന്റെ പ്രിയപ്പെട്ട നബിയെയും എന്നെയും ഈ സ്വർഗമാകുന്ന വീട് ഒരു സ്ഥലത്ത് സംഘടിപ്പിച്ചെങ്കിൽ. സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹു കേട്ടപ്പോ മെല്ലെ ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിന്റെ സമീപത്തേക്ക് അങ്ങ് ചെന്നു. റളിയല്ലാഹു അൻഹു ചെന്ന് വാതിലിനെ മുട്ടി. ആരാണ്? ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബാണ്. ഇപ്പൊ എന്ത് ഉമർ ഇപ്പൊ ആതിരക്ക്? അതെ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, ഉമർ തന്നെയാ. നിങ്ങളൊന്ന് തുറക്കൂ വാതിൽ. സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് വാതിൽ തുറന്നു കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്നിട്ട് പറയുകയാണ്, ഓ ഉമ്മാ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ബഹുമാനം ചൊല്ലുന്നത് ഞാൻ കേട്ടു, റസൂലുള്ളാഹിന്റെ കൂടെ ഒരുമിച്ച് കൂടണമെന്ന് പറയുന്നത് കേട്ടു. ആ ചൊല്ലിയതൊന്നുകൂടി ചൊല്ലു, ഞാനൊന്ന് കേൾക്കട്ടെ.
ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന് ആ പാവപ്പെട്ട ഉമ്മ ഒന്നുകൂടി ചൊല്ലിക്കൊടുത്തു. അവസാനം അങ്ങെത്തിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയുന്നു, അസ്അലുകി അൻ തുദ്ഖിലീനി മഅകുമാ. ഓ ഉമ്മ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ഒരുമിച്ച് കൂടെ അവദാസിച്ച ഉമ്മ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നിൽക്കുമ്പോ എന്നെയും കൂടി അവിടെ പ്രവേശിപ്പിക്കാൻ നിങ്ങളൊന്ന് ചോദിക്കണേ. സുബ്ഹാനല്ലാഹ്. അപ്പോഴാ ഉമ്മയങ്ങ് ചൊല്ലി, വഉമറു ഫഗ്ഫിർ ലഹു യാ ഗഫാർ. ഉമറിനും നീ പൊറുക്കണേ അല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹു വലിയ സന്തോഷമായി പോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ആ വീട്ടിൽ ഒറ്റക്കിരുന്ന് പതുക്കെ ചൊല്ലിയ ഉമ്മയുടെ ദുആ കിട്ടിയല്ലോ. നബിതങ്ങളെ സ്നേഹിച്ചവരുടെ പ്രാർത്ഥന കിട്ടിയല്ലോ. സഹോദരന്മാരെ, എല്ലാ മഹാന്മാരും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞു, അവിടുത്തെ സ്നേഹിച്ചു. അതിന്റെ പേരിൽ വിജയം കൈവരിക്കണമെന്ന് ചിന്തിച്ചവരും അതിനുവേണ്ടി തന്നെ ആലോചിച്ചവരുമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽക്ക് ഇന്ന് വരെയുള്ള സർവ്വ സാലിഹീകളും സർവ്വ മുഅ്മിനീകളും സർവ്വ മഹാന്മാരുടെയും സ്വഭാവം അത് തന്നെയാണ്. അത് നമ്മുടെ ഖൽബിലും നിറഞ്ഞു നിൽക്കണം. ഞാൻ ചുരുക്കുന്നു, ആ നബിയോടുള്ള സ്നേഹം അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് പ്രകടിപ്പിക്കുകയാണ് ഞാനും നിങ്ങളും ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടതെന്നുകൂടി ഈ സമയത്ത് ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദിൽ ബിലങ്കൂത്തി റഹിമഹുല്ലാ, ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറഞ്ഞവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം അംഗീകരിക്കാതെ ഒരു മനുഷ്യനും മുഅ്മിനായി മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ സാധ്യമല്ല. അവിടെയാണ് വാസ്തവത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തും സുന്നത്ത് ജമാഅത്തിന്റെ എതിർചേരിയിലുള്ള കക്ഷികളും തമ്മിൽ വേർപിരിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രംഗമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം പരിപൂർണമായി അംഗീകരിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ ഒരാൾ സുന്നത്ത് ജമാഅത്തുകാരനാവുകയുള്ളൂ. ആ സ്ഥാനം പരിപൂർണമായി അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ അവർ ഈമാനിന് കേടുവരികയാണ്. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാം സൂറത്തുൽ മുനാഫിഖൂൻ എന്ന് പറയുന്ന സൂറത്തിൽ അല്ലാഹു ജല്ല ജലാലുഹു മുനാഫിക്കുകളെ ആക്ഷേപിച്ചിട്ടുണ്ട്. ആ മുനാഫിക്കുകളെ ആക്ഷേപിച്ച സ്ഥലത്ത് പറഞ്ഞത് എന്താണ്? ഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി ലവ്വൂ റൂസഹും വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. നബിയേ, ഈമാനില്ലാത്തവരുടെ ലക്ഷണമാണ് നബിയെ തങ്ങളെ സമീപിക്കാൻ. അതേ അള്ളാഹുവിന്റെ റസൂല് നിങ്ങളുടെ പാപം പൊറുക്കാൻ വേണ്ടി പടച്ചവരോട് റെക്കമെൻഡ് ചെയ്യും. നിങ്ങളുടെ ദോഷം പൊറുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നബിയെ സമീപിക്കാൻ, നബിയോട് സങ്കടം പറയാൻ, അതാ ഈമാനില്ലാത്തവരെ വിളിച്ചാൽ ലവ്വൗറൂസഹും അവർ തലയെങ്ങ് തിരിച്ചു കളയുമെന്ന് അല്ലാഹു പറയുകയാണ്. ഈ ആയത്തിറങ്ങാൻ തന്നെ കാരണം കപട വിശ്വാസികളുടെ അഥവാ ഈമാനില്ലാത്ത അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നാവ് കൊണ്ട് ഉച്ചരിക്കുമെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ഒരല്പവും ഈമാനില്ലാത്ത മുനാഫിക്കുകളെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ എന്ന് പറയുന്ന മനുഷ്യനെ സഹാബികൾ ക്ഷണിച്ചതായിരുന്നു. നമ്മുടെ നബിയെ കാണാൻ പോവുക, നബിയോട് സങ്കടം പറയുക, നിന്റെ ദോഷം പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യാൻ, അള്ളാഹുവിനോട് ശഫാഅത്ത് പറയാൻ, അള്ളാഹുവിനോട് നിന്റെ ദോഷം പൊറുക്കാൻ വേണ്ടി ആവശ്യപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്ക് പോയെന്ന് സങ്കടം പറയാം. അബ്ദുള്ള, നീ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ അബ്ദുള്ള പറഞ്ഞു, മുഹമ്മദിന് തലകുലിക്കാൻ എന്നെ കിട്ടൂല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവനാണ്, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞവനാണ്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോയി കണ്ടിട്ട് എന്റെ ദോഷം പൊറുക്കാൻ വേണ്ടി അള്ളാഹിനോട് തങ്ങളൊന്ന് പറയണം നബിയെ, തങ്ങൾ റെക്കമെൻഡ് ചെയ്യണം നബിയെ, ഇത് പറയാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് മുഹമ്മദിന് തലകുനിക്കാൻ എന്നെ കിട്ടൂല എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ പറഞ്ഞത്. അപ്പോഴിറങ്ങിയ ആയത്താണ് പരിശുദ്ധ ഖുർആനിൽ, നബിയേ, ഈമാനില്ലാത്തവരുടെ ലക്ഷണം എന്താണ്?
അത് ഖുർആനിൽ അല്ലാഹ് പറയാണ്, ഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്. അള്ളാന്റെ റസൂല് നിങ്ങളെ ദോഷം പൊറുക്കാൻ വേണ്ടി പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യും, അതിനു വേണ്ടി നബിയോട് സങ്കടം പറയാൻ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചാൽ ലവ്വറൂസവും അവര് തലയങ്ങ് തിരിച്ചു കളയും. വറഅയ്തഹും യസുദ്ദൂന അവര് പിന്തിരിഞ്ഞു പോകും. വഹും മുസ്തക്ബിറൂൻ അവര് കിബറന്മാരാണ്. നബിയെ, അള്ളാനോട് ഞങ്ങൾ ഡയറക്റ്റ് പറഞ്ഞോളും, ഞങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു റെക്കമെൻഡ്, മുഹമ്മദ് നബിന്റെ റെക്കമെൻഡ് ഒന്നും ഞമ്മക്ക് വേണ്ട, ശഫാഅത്ത് ഞമ്മക്ക് വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിലാണ് അവരുള്ളത്. അത് മുനാഫിഖുകളാണ് നബിയേ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ സഹോദരന്മാരെ? അത് നിങ്ങൾക്ക് ഇപ്പോഴും കാണാം. ഈമാനില്ലാത്തവർക്ക് നബി തങ്ങളോട് സങ്കടം പറയൽ വലിയ പ്രയാസം തന്നെ. അതേ സമയത്ത് ഈമാനുള്ള മഹാന്മാരുടെ അവസ്ഥയോ അതാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കേൾപ്പിച്ചില്ലേ, ബഹുമാനപ്പെട്ട ഉമർ ഖാദി റഹിമഹുല്ലാഹ് നൂറുകണക്കിന് കറാമത്തുകൾ കണ്ട മഹാനാണ്. ഇപ്പോൾ അത് പറയാൻ ഇവിടെ സമയമില്ല, അവസരം കിട്ടിയാൽ നമുക്ക് സമ്മേളനങ്ങളിൽ പറയാം. ആ ഉമർ ഖാദി തങ്ങള് മദീനയിലേക്ക് അങ്ങ് ചെന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ മുമ്പില് വളരെ പാവപ്പെട്ട ഒരു ചെറിയ കുട്ടിയെ പോലെ പോയി നിന്നിട്ട് അവിടെ നിന്ന് പാടിയതാണ്, ഇന്നീ അത്തൈതുലി ബാബികും വമുഖബ്ബിലു അതാബകും മുസ്തർശിദു വമുഅമ്മിലു. നബിയേ, ഞാൻ തങ്ങളുടെ റൗളാ ശരീഫിന്റെ വാതിലിന്റെ പടി ചുംബിക്കാൻ വന്നതാണ് നബിയേ, തങ്ങളിൽ നിന്ന് സന്മാർഗത്തിന്റെ വെളിച്ചം തേടാൻ വന്നതാണ് നബിയേ. ഫംനുല്ലു ബൈദകുമു വഅൻത മുജമ്മിലു മഹാബ മൻ തലബുക കുൻത റഹീമാ. നബിയേ, തങ്ങളെ തേടി വന്നവൾ ഒരിക്കലും പരാജയപ്പെടൂല നബിയേ, തങ്ങൾ ധാരാളം കൊടുക്കുന്ന റഹീമല്ല നബിയേ. ഖുർആനിൽ അല്ലാഹു തആല തങ്ങളെ കുറിച്ച് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. തങ്ങൾ റഹീമാണെന്നല്ലേ അല്ല പറഞ്ഞത്, റഊഫാണെന്നല്ലേ പറഞ്ഞത്. ഈമാനുള്ള മുഅ്മിനീകളോട് വല്ലാതെ ദയയുള്ള നബിയല്ലേ, വല്ലാതെ കാരുണ്യം ചെയ്യുന്ന നബിയല്ലേ, ആഖിറത്തിലും കാരുണ്യം ചെയ്യുന്ന നബിയല്ലേ. നബിയെ, തങ്ങളെ കാണാൻ വന്ന തങ്ങളുടെ പാവപ്പെട്ട അടിമ കുട്ടിയാണ് നബിയെ ഉമർ. ഞാനിതാ തജ്രിദുബു അലൽ ഹബീബി ബിബാബിഹി അൻതൽ മുസദ്ദിദു ഹലൗലി സവാബിഹി. നബിയേ, തങ്ങളെ പ്രിയം വെച്ചിട്ട് എന്റെ കണ്ണിൽ കണ്ണുനീരൊലിക്കുകയാണ് നബിയേ. തങ്ങളെ പടിവാതിൽക്കൽ വന്ന് നിന്ന് കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിക്കുന്നു. എന്റെ അവസ്ഥ മുഴുവനും തങ്ങൾ നേരെയാക്കി തരണം നബിയേ. കുന്തശഫിഅലഹു ബിഹസിരിൽ അബിഹി യാ റഹ്മതൽ ലിൽ ആലമീന സർവലോകത്തുമുള്ള സർവജനങ്ങൾക്കും റഹ്മത്തായ നബിയേ, തങ്ങൾ ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യുന്ന നേതാവാണ് നബിയേ. നീട്ടി പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് ചൊല്ലി, നീ ലിഹുബ്ബിക ഫാരിഖൽ അത്വാനിയ ബദ്റൻ തകമ്മല ബഹജതൻ വനീമ. പരിപൂർണ ചന്ദ്രനായ നബിയെ, ഞാൻ എന്റെ കേരളമാകുന്ന നാട്ടിൽ നിന്ന് വെളിയങ്കോട് എന്ന പ്രദേശവും വിട്ട് മദീനയിലേക്ക് വന്നത് തങ്ങളെ സ്നേഹിച്ചിട്ടാണ് നബിയെ. അതിങ്ങനെ ഒരുപാട് ചൊല്ലിയിട്ട് അവസാനം പറഞ്ഞു, യാ സയ്യിദി അർജുക യൗമ മവാജി മിൻ ഹൗലി ഫന്നനൈനി അൻത മുദാഫിഈ. രണ്ട് മലക്കുകൾ എന്റെ ഖബറിൽ വരുമ്പോ നബിയെ, ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത്
തങ്ങൾ മുഖേനയാണ് എനിക്ക് ഖബറിൽ രക്ഷ കിട്ടേണ്ടത് നബിയേ. മലീലല്ലാഹിൽ കരീമി മുസഫി മലീലല്ലാഹിൽ കരീമി മുസഫി ഇല്ലാ തമസ്സുക ഹബ്ലകും മഅ്സൂമാ. കരീമായ റബ്ബിലേക്ക് പാപിയായ ഉമറിന് ശഫാഅത്ത് ചെയ്യാൻ തങ്ങളല്ലാതെ ആരാണ് നബിയേ? യാ സയ്യിദി അർജുക അൻത തൻദുറ ഇലാ ഹദൽ ലബീന വ അൻത തഖുദുഹു ബിലാ ഹൗലിൻ വലാ ഖൗഫിൻ വ തസ്ഫഉ അലാ യാ ഹാദിയൻ കുല്ലൽ അനാമി ഹസീമാ. നബിയേ, അങ്ങയ്ക്ക് അടിമപ്പണിയെടുക്കുന്ന പാവപ്പെട്ട അടിമയാണ് ഞാൻ. നബിയേ, തങ്ങൾ എന്നിലേക്കൊന്ന് കാരുണ്യത്തിന്റെ നോട്ടം നോക്കി എന്റെ കൈ പിടിക്കണം നബിയേ. സർവ ഭയാനതകളിൽ നിന്നും സർവ ഭയപ്പാടുകളിൽ നിന്നും തങ്ങളെന്നെ ഒന്ന് നേർവഴിക്ക് നയിച്ചു എനിക്ക് ശഫാഅത്ത് ചെയ്ത് എന്നെ രക്ഷപ്പെടുത്തണം നബിയേ. ബഹുമാനപ്പെട്ട ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് എന്ന് ചൊല്ലിയതാണ്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനോട് എല്ലാ നന്മകളും അള്ളാഹുവിങ്കൽ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി, അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്ത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അപേക്ഷ സമർപ്പിച്ച മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് ചെന്നിട്ട് ഒരുപാട് ചൊല്ലിയ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ അവിടുന്ന് ചൊല്ലിയതായിരുന്നു യാ അക്റമൽ ഖുറമാഅതാബികും ഉമറുൽ ഫഖീറുൽ മുർതജിലി ജനാബികും യർജുൽ അത്വാലൽ ബുകായി ബിബാബികും വദ്ദമു ബിന്നൈനൈഹി സലസജീമാ. സർവ നേതാക്കൾക്കും നേതാവായ നബിയെ, അവിടുത്തെ പടിവാതിൽക്കൽ വന്നു നിൽക്കുന്നു. ആര്? ഖാദിയാര് എന്ന് പറയുന്നില്ല, ഞാൻ ഖാദിയാണെന്ന് പറയുന്നില്ല. ഉമറുൽ ഫഖീറുൽ മുർതജിലി ജനാബികും, തങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്ന് പ്രതീക്ഷിച്ചു വന്ന ഫഖീറായ ഉമർ, വെളിയങ്കോട്ട് നിന്ന് വന്ന ഉമർ, ഫഖീറായ ഉമർ തങ്ങളെ സമീപത്ത് വന്നിട്ട് അവിടുത്തെ പടിവാതിൽക്കൽ നിൽക്കുന്നു. നബിയെ, യർജുൽ അത്വാലൽ ബുകായി ബിബാബികും വദ്ദമു മിൻ ഐനൈഹി സലസജീമാ. തങ്ങളെ വാതിൽക്കൽ വന്ന് ഈ പാവപ്പെട്ട ഉമർ കരയുകയാണ് നബിയെ. തങ്ങളിൽ നിന്ന് അതാ സഹായം കിട്ടാനാണ് നബിയെ. കണ്ണിൽ വെള്ളം ഇങ്ങനെ ഒലിക്കുകയാണ് നബിയെ. ലമിൻ കരീമിൻ മിസ്ലുകും ലിൽ മുർതജി ഫീമൻ ഖബല വല ഫീമൻ യജീ. കഴിഞ്ഞു പോയവരിലോ ഇനി വരുന്നവരിലോ തങ്ങളെപ്പോലെ അല്ലാഹു തആല റഹ്മത്തിന്റെ വ്യക്തിയായി, റഹ്മത്ത് തരാനുള്ള കാരണമായി, റഹ്മത്ത് വാങ്ങിത്തരുന്ന വ്യക്തിയായി, ശുപാർശ ചെയ്യുന്നവരായി, സഹായിക്കുന്നവരായി വേറെ ആരെയും നല്ല തങ്ങളെപ്പോലെ വെച്ചിട്ടില്ല നബിയെ. വഅനൽ ലഹീഫു ഖുർബത്തല്ലി ഫരിജി ഹൈറാന മിൻ ദംബി അസഫ്തു കലീമാ. സുബ്ഹാനല്ലാഹ്, ജയിലിന്റെ ഉള്ളിൽ നിന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ പോലീസുകാരോട് ഒതുവെടുക്കാൻ വെള്ളം ചോദിച്ചു വാങ്ങിയ വലിയ ആബിദും സാഹിദും വലിയ ആലിമും വലിയ തഖ്വയുള്ള മഹാനുമായ ഉമർ ഖാദി തങ്ങൾ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ ചെന്ന് പറയുകയാണ്, നബിയേ, തെറ്റ് ചെയ്തു പോയ പാപിയാണ് ഞാൻ. എന്റെ പ്രശ്നങ്ങളൊക്കെ തങ്ങൾ ഏറ്റെടുത്ത് പരിഹരിച്ചു തരണം നബിയേ. നബിയേ, തങ്ങൾ മുഖേനയല്ലാതെ രക്ഷയില്ല നബിയേ. മദഫദംനുൽ സലമിൻ ഐലൈലി ലകിന്നഹു യജീരി അലൽ ഖദ്ദൈനി. തങ്ങളെ പ്രിയം വെച്ചുകൊണ്ട് ഈ പാവപ്പെട്ട ഉമർ തങ്ങളെ ഖബറിന്റെ അടുക്കൽ വന്ന് കരയുമ്പോൾ ഒലിക്കുന്ന കണ്ണുനീര് വറ്റിയിട്ടില്ല നബിയെ, വറ്റിയിട്ടില്ല നബിയെ. അത് കവിൾത്തടത്തിലൂടെ ഒലിച്ചിറങ്ങുന്നു നബിയെ. മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി ഹയ്യം വമൈതൽ ഫി തുറാബി റമീമാ.
ഞാൻ ജീവിച്ചിരിക്കുമ്പോഴും ഞാൻ മരിച്ചിട്ട് എന്റെ ഖബറിൽ കൊണ്ടുപോയി വെച്ച് എന്റെ ശരീരമൊക്കെ മണ്ണോട് ചേർന്നാലും എപ്പോഴും നബിയേ എന്റെ സ്നേഹം തങ്ങളോടാണ് നബിയേ, ഞാൻ തങ്ങളുമായി ബന്ധപ്പെട്ടവരാണ് നബിയേ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റൗളാ ശരീഫിന്റെ വാതിൽ ഓട്ടോമാറ്റിക്കായങ്ങ് തുറന്നുപോയി. സഹോദരന്മാരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുതൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽ ഉമറുൽ ഖാദിൽ ബിലഗൂത്തി വെളിയങ്കോട് ഉമർ ഖാദി വരെ, അതിനുശേഷം വന്നവർ വരെയും ഇന്ന് വരെയും അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു. അവിടുത്തെ ഹൃദയത്തിൽ 100% ഹൃദയത്തിൽ നിർത്തിയും ആ നബിതങ്ങൾ മുഖേന മാത്രമാണ് എല്ലാ രക്ഷയുമെന്ന് വിശ്വസിച്ചവരാണ് ലോകത്ത് ഈമാനുള്ള മുഴുവൻ മഹാന്മാരും. അതിൽ ഒരാളും പിന്നിലല്ല. നമ്മളുടെ ഈ സമുദായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം ഏറ്റവും വലിയ വ്യക്തി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുഖവും ചുംബിച്ചിട്ട് വഫാത്തിന് ശേഷം അവിടുത്തെ വിളിച്ച് സങ്കടം പറയുകയല്ലേ ചെയ്തത്? ബി അബീ അൻത വ ഉമ്മീ യാ നബിയല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് എന്റെ ബാപ്പയെ തങ്ങൾക്ക് സമർപ്പിച്ചു, എന്റെ ഉമ്മയെ തങ്ങൾക്ക് സമർപ്പിച്ചു. അല്ലാഹുവിന്റെ നബിയേ, അങ്ങയ്ക്ക് 2 മൗത്തല്ല സംഘടിപ്പിക്കൂല. ഇന്നല്ലാഹ ലാ യജ്മഉ അലൈക മൗതതൈനി അമ്മൽ മൗതത്തുല്ലതി കുതിബത് അലൈക ഫഖദ് മുത്തഹാ. അല്ലാഹ് കണക്കാക്കിയ മൗത്തായി കഴിഞ്ഞു. ഇനി തങ്ങൾക്ക് മൗത്തില്ല നബിയേ. നബിയേ, എനിക്ക് പറയാനുള്ളത് എന്താണ്? അതേ ഉദ്കുറുനാ ഇൻദ റബ്ബിക, തങ്ങളെ റബ്ബിന്റെ അടുക്കൽ ഞങ്ങളെ കാര്യം തങ്ങൾ പറയണേ നബിയേ. വഫാത്തിന് ശേഷവും സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാണ് വൽനകുൻ ബിബാലിക, തങ്ങളെ മനസ്സിൽ എപ്പോഴും ഞങ്ങളെ ഓർമ്മ വേണം നബിയേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖവും ചുംബിച്ച് ബാപ്പനെയും ഉമ്മയെയും അവിടത്തേക്ക് സമർപ്പിച്ച് നബി തങ്ങളോട് അപേക്ഷിക്കുകയല്ലേ, തേടുകയല്ലേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിളിച്ചും തേടിയും പറഞ്ഞും സ്നേഹിച്ചുമല്ലാതെ ഇവിടെ ഒരു മുഅ്മിനും ഒരു മുസ്ലിമും ജീവിച്ചിട്ടില്ല കേട്ടോ. അത് മുറുകെ പിടിച്ച് ജീവിച്ച് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിച്ച് നബിതങ്ങൾ മുഖേന ഈമാൻ സംരക്ഷിച്ച് കിട്ടിക്കൊണ്ട് ജീവിച്ച് മരിക്കണം. ഇത് മാത്രം ഞാൻ എല്ലാവരോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി വറഫഅനാ ലക ദിക്റക, നബിയേ തങ്ങളെ സ്ഥാനം നമ്മൾ ഉയർത്തി വെച്ചിരിക്കുന്നു നബിയേ എന്ന് അല്ലാഹ് പറഞ്ഞതാണ്. ആ പറഞ്ഞത് മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും ഓർമ്മിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് അവിടുത്തേക്ക് അല്ലാഹു കൊടുത്ത എല്ലാ സ്ഥാനവും അംഗീകരിച്ച് മഹബത്ത് വെച്ച് ജീവിച്ച് മരിക്കണം. സഹോദരന്മാരെ, മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കുമ്പോ പറയുന്നു, മുആദേ നീ അവിടെ ചെന്നാ തൗഹീദ് പഠിപ്പിക്കണം. എന്താണ് തൗഹീദ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ 2 ഷഹാദത്ത് കലിമ, അതാണ് തൗഹീദ്. അത് നീ പഠിപ്പിക്കണം ജനങ്ങൾക്ക്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞേക്കുമ്പോ പഠിപ്പിച്ചത് അങ്ങനെയാണ്. വെറും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ ഒരാൾ മുസ്ലിം ആകൂല. അതിന്റെ പുറമെ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് പറയണം. അപ്പോഴേ മുസ്ലിം ആകൂ. ഒരു ഷഹാദത്ത് കൊണ്ട് മുസ്ലിം ആകൂല. അത് ബുഖാരി ഇമാം റിപ്പോർട്ടിന്റെ ഹദീസിൽ ഉണ്ട്. ആ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കൂടെ തന്നെ പോയി. മദീനയുടെ എൻഡ് വരെ, മദീനയുടെ അങ്ങേത്തല വരെ നബി തങ്ങൾ പോയത് മുആദ് റളിയല്ലാഹു അൻഹുവിനെ യാത്ര അയക്കാനാണ്. മദീനന്റെ അങ്ങേ തലക്കങ്ങ് എത്തിയപ്പോ അവിടത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല വസിയത്തും ചെയ്ത് അവസാനം പറഞ്ഞു, യാ മുആദ്, മുആദേ ഇന്നക അല്ലാ തൽഖാനി ബഅദ ആമി ഹദാ. മുആദേ, നിന്നെ ഞാൻ യമനിലേക്ക് യാത്ര അയക്കുകയാണല്ലോ. നിന്നോട് ഞാൻ പറയുന്നു, ഇനി ഈ കൊല്ലം കഴിഞ്ഞിട്ട് നീ വരുമ്പോ നീ എന്നെ കാണൂല മുആദേ. ഇനി നീ വരുമ്പോ ഞാൻ ഉണ്ടാവൂല.
ഇനി നീ വരുമ്പോൾ എന്നെ കാണൂല മുആദേ. വലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ വഖബ്രി, എന്റെ പള്ളിയുടെ സമീപത്ത് നീ വരും, എന്റെ ഖബറിന്റെ അടുക്കലും നീ വരും, നീ ഇനിയെല്ലാം കാണൂല മുആദേ. അല്ലാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിന്റെ അടിത്തട്ടിൽ പ്രിയം വെച്ച മുആദ്, ഞാനിപ്പോൾ അള്ളാന്റെ റസൂലിന്റെ സദസ്സിന് പോകുന്നു, അത് അള്ളാന്റെ ദീന് പ്രചരിപ്പിക്കാൻ പോവുകയാണ്, അള്ളാന്റെ റസൂല് പറഞ്ഞേച്ചിട്ട് പോവുകയാണ്. ഞാൻ അള്ളാന്റെ റസൂല് പറഞ്ഞാൽ അതിലപ്പുറം എനിക്ക് തീരുമാനമില്ല. അത് അള്ളാന്റെ ദീന് പ്രചരിപ്പിക്കാനുള്ള അധ്വാനം എനിക്ക് സന്തോഷമാണ്. പക്ഷെ എന്റെ മനസ്സിലുള്ള ദുഃഖം, ആ മുഖം എനിക്ക് യഥാ ഞാൻ പോയാൽ കാണുകയില്ലെന്നതായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് പറഞ്ഞതനുസരിച്ച് എനിക്ക് തീരെ ഈ മുഖം കാണാൻ എനിക്ക് കഴിയൂലല്ലോ, ദുനിയാവിൽ വെച്ച് കാണൂലല്ലോ. ഇവിടുന്ന് എന്നോട് പറയുന്നത് ഞാൻ നീ വരുന്നതിന് മുമ്പ് ഖബറിലാകുമെന്നല്ലേ. മുആദ് റളിയല്ലാഹു അൻഹു സഹിച്ചില്ല. ആ ഒട്ടകപ്പുറത്ത് നിന്ന് മുആദ് റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടിയൊക്കെ കരഞ്ഞു. മുആദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനയിലേക്ക് മടങ്ങാൻ തിരിഞ്ഞു നിന്നിരിക്കുകയാണ്. അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞു, ചെറുപ്പക്കാരാ, അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞു ഉമ്മമാരെ, അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞു കാരണവന്മാരെ. ആ പറഞ്ഞ വാക്ക് നമ്മളെ ഖൽബിൽ എപ്പോഴും ഓർമ്മ വേണം. എന്താ പറഞ്ഞത്? ഇന്ന ഔലന്നാസി ബി അൽ മുത്തഖൂൻ, ഞാനുമായി ഏറ്റവും ബന്ധമുള്ള ആള്, ഞാനുമായി ഏറ്റവും അടുപ്പമുള്ള ആള് അൽ മുത്തഖൂൻ, അല്ല കൽപ്പിച്ചതെടുക്കുകയും അല്ല വിരോധിച്ചതൊഴിക്കുകയും ചെയ്യുന്നവരാള്. മൻ കാലൂ വഹൈസു കാലൂ, ആരായിരുന്നാലും ശരി, ഏത് തറവാട്ടിൽ ജനിച്ചാലും, ഏത് ഭാഷ സംസാരിച്ചാലും, ഏത് നിറമുള്ളവനാണെങ്കിലും, ഏത് പാവപ്പെട്ടവനായാലും, പണ്ഡിതനായാലും, പാമരനായാലും, കഴിവുള്ളവനായാലും, ഐശ്വര്യമുള്ളവനായാലും, ഏത് ചെറിയവനായാലും വലിയവനായാലും, വഹൈസു കാലൂ, അവരേത് നാട്ടിലായിരുന്നാലും എവിടെയായിരുന്നാലും ഞാനുമായി ഏറ്റവും ബന്ധമുള്ള ആള്. അത് അല്ലാഹു കൽപ്പിച്ചത്, ഞാൻ കൽപ്പിച്ചത് അതെടുക്കുകയും അല്ല വിരോധിച്ചത്, ഞാൻ വിരോധിച്ചത് ഒഴിക്കുകയും ചെയ്യുന്നവരാണ് കേട്ടോ. അതുകൊണ്ട് ചെറുപ്പക്കാരെ, അല്ലാഹുവിന്റെ റസൂല് വിരോധിച്ച കള്ളുമായി, കഞ്ചാവുമായി, ലഹരിയുമായി, വ്യഭിചാരവുമായി, പലിശയുമായി, അന്യപെണ്ണിന്റെ ചിത്രം നോക്കി രസിക്കുന്ന സിനിമകളും സീരിയലുകളുമായി നിങ്ങളെ സമയം നോക്കാതെ ആ മുഖം കാണാൻ വേണ്ടി കണ്ണ് സൂക്ഷിക്കണം. അവിടുത്തെ ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ വയറ് സൂക്ഷിക്കണം. അവിടുന്ന് പൊരുത്തം കിട്ടാൻ വേണ്ടി, ശഫാഅത്ത് കിട്ടാൻ വേണ്ടി നമ്മുടെ നാവ് കൊണ്ട് ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയാതെ, തങ്ങന്മാരെ രാഷ്ട്രീയം നോക്കി നിസ്സാരപ്പെടുത്താതെ റസൂലുള്ളാഹിന്റെ കുടുംബത്തെ സ്നേഹിക്കുക, ഇൽമുള്ളവരെ ബഹുമാനിക്കുക, പ്രായമുള്ളവരെ ആദരിക്കുക, പ്രായമുള്ള ബാപ്പയെയും ഉമ്മയെയും ബഹുമാനിക്കുകയും ബാപ്പാനെയും ഉമ്മാനെയും അനുസരിക്കുകയും ചെയ്യുക, ഭാര്യമാർക്ക് നന്മ ചെയ്യുക, കുട്ടികളോട് നീതി കാണിക്കുക, കുട്ടികളോട് കാരുണ്യം ചെയ്യുക, അയൽവാസികൾക്ക് നന്മ ചെയ്യുക, കുടുംബ ബന്ധം ചേർക്കുക, വർഗീയതയില്ലാതെ തീവ്രവാദിയാകാതെ ഭീകരവാദിയാകാതെ നാട്ടിൽ സമാധാനം വേണം, എല്ലാവരും യോജിക്കണം, എല്ലാവരും സന്തോഷിക്കണം, എല്ലാവരും നല്ല നിലക്ക് ജീവിക്കണമെന്ന ചിന്തയിൽ സാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന, തഖ്വയോടെ ജീവിക്കുന്ന, ഒരൊറ്റ നേരത്തെ നിസ്കാരം കളാക്കാതെ ഫർള് മുഴുവനും എടുക്കുന്നതിന്റെ പുറമെ സുന്നത്തുകളും ജീവിതത്തിലെടുത്ത് റസൂലുള്ളാഹിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ നമ്മളൊക്കെയും തയ്യാറാകണമെന്നും എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ്